ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ബി ജോബിൻ. അപ്പോൾ മക്കളെ, നമ്മുടെ 6ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലെ 4ാമത്തെ യൂണിറ്റാണ് അറിഞ്ഞു വിടരാം. ഇതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ശാസ്ത്രം മുന്നേറുന്നു. നമ്മുടെ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏത് മക്കളെ, ശാസ്ത്രം മുന്നേറുന്നു അല്ലേ. വിശ്വചരിത്രാവലോകം ഭാഗം 2 ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്ത്, ഇത് മലയാളത്തിലേക്ക് വി രാമനുണ്ണി മേനോൻ വിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം മക്കളെ, ഈ ഒരു കത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ ശാസ്ത്രം മുന്നേറുന്നു എന്ന് പറഞ്ഞ ഈ ഒരു പാഠഭാഗത്തിൽ കൃത്യമായി നമ്മുടെ മുൻപത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ, ശാസ്ത്രം കൈവരിച്ച നേട്ടങ്ങൾ അല്ലേ, നമ്മുടെ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും പിറകെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന വലിയ നേട്ടമാണിടാ ഈ ഒരു പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമെന്ന് ഫുട്ബോൾ കമൻട്രി വന്നതുപോലെ ഈ പാഠഭാഗത്തിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മോട് പറയുകയാണ്, അടയാളപ്പെടുത്തുക ഏതു മക്കളെ, നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ, നമ്മുടെ ശാസ്ത്രപരമായി സാങ്കേതികപരമായി വിനിമയപരമായി നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെ. അല്ലടാ, ചന്ദ്രയാൻ വിട്ടോ, പിന്നെന്താ മംഗൾയാൻ വിട്ടോ, ഇനി നമ്മൾ ചൊവ്വയിലേക്ക് എന്ത് പോകും, ടൂർ പോകും. ഒരു 50 കൊല്ലം കഴിഞ്ഞ് ആ സ്കൂളിൻ്റെ ടൂർ എടുത്തേക്കായിരിക്കും, ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കായിരിക്കും. അത്രയും നമ്മൾ അഡ്വാൻസ്ഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര മേഖലയിൽ. ഇത്തരത്തിൽ നമ്മുടെ രാജ്യം കൈവരിക്കുന്ന ശാസ്ത്രമേഖലകളിലെ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഈ ഒരു പാഠഭാഗം, ഈ ഒരു കത്ത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇതങ്ങ് സെറ്റാക്കാൻ പോവുകയാണ്. ഏതാണ്? ശാസ്ത്രം മുന്നേറുന്നു അല്ലേ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തത്, ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ മാത്രമാണോ നമ്മൾ മുന്നേറുന്നത്? പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാടാ? നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. പണ്ട് തീ കണ്ടിട്ടാണ് നമ്മൾ ബൾബിലേക്ക് എത്തിയത് അല്ലേ. വെള്ളത്തെ പേടിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ സ്പീഡിൽ പോകുന്ന ടൈറ്റാനിക്കിലേക്ക് സ്പീഡ് ബോട്ടിലെത്തി. പക്ഷി പറക്കുന്ന കണ്ടിട്ട് നമ്മൾ വിമാനം കണ്ടുപിടിച്ച്. നടക്കാൻ പോലും അറിയാത്ത മനുഷ്യൻ ഓടാൻ തുടങ്ങി. കുതിരയുടെയും കഴുതയുടെയും മുകളിൽ കയറി നടക്കാൻ തുടങ്ങി. പിന്നെന്തായി, കാറിലൂടെ പറക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ എത്ര മാറ്റങ്ങളിലേക്കാണ് നമ്മൾ ഓരോ ദിവസം കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ChatGPT, AI വന്ന്, ജെമിനി വന്ന്, ഇപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തകരമായ നേട്ടങ്ങളിലേക്കാണ്, പുരോഗതിയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു 1930-33 കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ 10 വയസ്സുകാരി ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ വിശ്വചരിത്രാവലോകത്തിൽ നിന്ന് എടുത്ത ഭാഗമാണിത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏതാ കത്തിൻ്റെ പേര്? വിശ്വചരിത്രാവലോകനം എന്ന് പറയുന്ന കത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ശാസ്ത്രം മുന്നേറും പറയുന്ന 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പം നമുക്ക് ഈ ക്ലാസ് എടുത്താലോ മക്കളെ? ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് സെറ്റാക്കാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ഓടിച്ച് പഠിക്കാൻ പോവുകയാണ്. നോക്കാം നമുക്ക്. ഓമനെ, നിനക്കു ഞാൻ എഴുതട്ടെ, എന്തെഴുതട്ടെ അല്ലേ? ഓമനെ, നിനക്ക് ഞാൻ എന്തെഴുതട്ടെ, നിനക്ക് ഞാൻ എന്താണ് എഴുതേണ്ടത് അല്ലേ? നമ്മുടെ നെഹ്റു പറയാണ് ഓമനെ അല്ലേ. ആരെ ഓമനെ വിളിക്കുന്നത്? ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ. ആ ഓമനയാണോ? അല്ലെ, തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയാണ് നെഹ്റു അഭിസംബോധന ചെയ്യുന്നത്. എന്ത്? ഓമനെ എന്ന് വിളിക്കുന്നു. ഓമനെ, ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ? ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നെഹ്റു ചോദിക്കുകയാണ്. ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ഞാൻ എന്ത് പറയണം? എന്ത് തുടങ്ങണമെന്ന് നെഹ്റു ചോദിക്കുകയാണ്. ഭൂതകാലത്തെ പറ്റി, അതായത് കഴിഞ്ഞ കാലത്തെ പറ്റി. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? കഴിഞ്ഞ കാലം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം. ഭൂതകാലത്തെ പറ്റി ഓർക്കുമ്പോൾ അനവധി ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ കുതിച്ചു പായുന്നു അല്ലേ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ സഞ്ചരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പറയുന്നത്, ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഭൂതകാലം എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലം, ഇന്ത്യയുടെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചാണ് നെഹ്റു ഇവിടെ പറയുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് അവയിൽ ചിലത് അല്ലേ.
നെഹ്റു പറയാണ്, എനിക്ക് എന്തൊക്കെ പ്രിയപ്പെട്ടതായിട്ടുണ്ട്, എൻ്റെ കഴിഞ്ഞ കാലം ഓർക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പ്രിയപ്പെട്ടതായിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ട ഓമനെ, പ്രിയപ്പെട്ട മകളെ ഇന്ദിരാഗാന്ധി, ഞാൻ നിനക്ക് എഴുതാൻ പോകുന്നത്. ഉടൻ ഞാൻ അവയെക്കുറിച്ച് മനോരാജ്യം കൊള്ളുകയായി. മനോരാജ്യം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുകയായി അല്ലേ. എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, എൻ്റെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാല നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ മനോരാജ്യം കാണുകയാണ്. മക്കളെ, മനോരാജ്യം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സാറ് പറഞ്ഞുതരാം. നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നില്ലേ? മനോരാജ്യം കാണും അല്ലേ? എന്തൊക്കെ കാണുക? സൂപ്പർമാനെ പോലെ ആകാശത്ത് കൂടി പറന്നു പോകുന്നേ, തീവ്രവാദികളിൽ നിന്ന് സ്കൂളിൽ രക്ഷിക്കുന്നേ, വലിയ കാറ് സ്പീഡിൽ ഓട്ടിക്കുന്ന എന്തൊക്കെ സ്വപ്നം കാണില്ല. അതാണ് മനോരാജ്യം എന്ന് പറയുക. അതേപോലെ നമ്മുടെ നെഹ്റു, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു സ്വപ്നം കാണുകയാണ് ഇന്ത്യയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച്. മിക്കവാറും അറിയാതെ തന്നെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം സ്വപ്നം കാണുക ഇന്ത്യയുടെ വികസനമല്ലേ, വികസനം തന്നെയാണ്. അപ്പം അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ വികസനം, കഴിഞ്ഞ കാലത്തിൻ്റെ നേട്ടങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഇന്ന് നടക്കുന്നവയുമായി താരതമ്യപ്പെടുത്തി അതിൽ നിന്ന് നിനക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ചില പാഠങ്ങൾ കുറിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മകളെ, നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുകയാണ്. ഇന്ത്യ മാറേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നാൾക്കുനാൾ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെക്കുറിച്ച്, ഇനി ഇന്ത്യ ഏതൊക്കെ നേട്ടങ്ങളിലേക്ക് എത്തണമെന്നതല്ലേ. പഞ്ചവത്സര പദ്ധതി, 5 വർഷത്തെ പ്ലാനിങ്, അതൊക്കെ ആരും ഉണ്ടെന്ന് നമ്മുടെ നെഹ്റുവിൻ്റെ സംഭാവനകളാണ്. അത്തരത്തിൽ പഞ്ചവത്സര പദ്ധതി പോലെ ഇന്ത്യയെക്കുറിച്ച് കൃത്യമായ വിഷൻ, കാഴ്ചപ്പാടുള്ള പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള പുരോഗതിപരമായ, വികസനപരമായ ചിന്താഗതിയാണ് കുഞ്ഞുമക്കളെ ഈ പാഠഭാഗത്തിൽ അദ്ദേഹം കത്തിലൂടെ തന്നെ മകൾക്ക് എഴുതുന്നത്. മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം തിരക്കുകളേക്കാൾ കൗതുകമായൊരു ജീവിയാണ് അല്ലേ. മനുഷ്യൻ ഒരുപാട് കൗതുകം നിറഞ്ഞ ജീവിയാണ്, തിരക്കുകളിലെ ജീവിയാണെന്ന് പറയുന്നു. കാരണം മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു വിശേഷ വസ്തുവും കൊണ്ടാണ് അവൻ വന്നത് അല്ലേ. മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു വിശേഷ വസ്തു. എന്താണ് മക്കൾ ഇവിടെ വിശേഷ വസ്തു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. മനസ്സ്, ജിജ്ഞാസ, അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹമാണതല്ലേ. മനസ്സ്, ജിജ്ഞാസ, അന്വേഷിക്കാനുള്ള ത്വര. മനുഷ്യന് എല്ലാ കാര്യവും അന്വേഷിക്കാനുള്ള ത്വരയുണ്ട്, എല്ലാ കാര്യവും അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന വലിയ കാര്യമെന്ന് പറയുന്നത്. ഇവിടെ പറയാണ് മക്കളെ, മനുഷ്യന് ജിജ്ഞാസയുണ്ട്, കാര്യങ്ങൾ അറിയാനുള്ള, കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ജിജ്ഞാസ മനുഷ്യൻ്റെ കഴിവാണ്. ഇത്തരത്തിൽ കാര്യങ്ങളെ അറിയാനുള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് ഇവിടെ അടയാളപ്പെടുത്തി നമ്മോട് പറയുന്നത്. അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹമാണ് അത് അല്ലേ. കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസ, ആഗ്രഹമാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. മക്കളെ, ചോദ്യം വരും, എന്താണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്? എന്താ മക്കളെ? കാര്യങ്ങൾ അറിയുവാനുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസ, മനുഷ്യൻ്റെ മനസ്സ്, ഇത് രണ്ടുമാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കി തീർക്കുന്നതെന്നാണ് നമ്മുടെ നെഹ്റു പറയുന്നത്. അങ്ങനെ ആദ്യകാലം മുതൽക്ക് തന്നെ, ആദ്യകാലം വെച്ചാൽ ആദ്യത്തെ കാലം, പണ്ട് കാലം മുതൽക്ക് തന്നെ മനുഷ്യരുടെ അന്വേഷണം ആരംഭിച്ചു. എല്ലാവരും മക്കളെ, നമ്മളെ തീ കണ്ടു ഭയന്ന് തുടങ്ങി. അങ്ങനെ തീയെ നമ്മൾ കീഴ്പ്പെടുത്തി. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്? തീ തുപ്പുന്ന റോക്കറ്റിൽ ചന്ദ്രയാൻ വരെ പോയിട്ട് ടൂറ് പോയി, പിക്നിക്ക് പോയി വരുന്നവരായി നമ്മൾ മാറിയില്ലേ. വെള്ളത്തിനെ കീഴ്പ്പെടുത്തി, അഗ്നിയെ കീഴ്പ്പെടുത്തി, മലകളെ കീഴ്പ്പെടുത്തി, കുന്നുകളെ കീഴ്പ്പെടുത്തി, ആകാശങ്ങളെയും കടലുകളെയും നമ്മൾ കീഴ്പ്പെടുത്തി. മനുഷ്യൻ്റെ ആഗ്രഹമാണ്. വെള്ളത്തിൽ മുങ്ങിത്താഴുമെന്ന് കണ്ട മനുഷ്യൻ വെള്ളത്തിന് മൂടെ സഞ്ചരിക്കുന്ന ബോട്ടും കപ്പലും കണ്ടുപിടിച്ചു. പക്ഷികൾ പറക്കുന്നതിനേക്കാൾ എത്രയോ അകലേക്ക് പറക്കുന്ന, രാജ്യങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്ന വിമാനങ്ങൾ കണ്ടുപിടിച്ചു. അല്ല മക്കളെ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ, നേട്ടങ്ങളുടെ ആവർത്തന പട്ടികയിൽ നമുക്ക് നോക്കിയാൽ കാണിക്കും നാൾ വഴികളിൽ നമ്മൾ നേടിയെടുത്ത പുരോഗതിയുടെ വലിയ തൂവൽ കൊട്ടാരങ്ങൾ. അത്തരത്തിൽ മക്കളെ, കുഞ്ഞുമക്കളെ, ഈ കത്തിര് പറയുന്നത് ഇന്ത്യ കൈവരിക്കേണ്ടതിൻ്റെ പുരോഗതിയെക്കുറിച്ചും വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചുമാണ് അല്ലേ. ആരെ? നമ്മുടെ മുൻപത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു. അങ്ങനെ ആദ്യകാലം മുതൽക്ക് തന്നെ മനുഷ്യരുടെ അന്വേഷണം ആരംഭിച്ചു. ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും എന്തിൻ്റെ ഫലമായിട്ട് വന്നതാ മക്കളെ? അന്വേഷണം അല്ലേ. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അല്ല മക്കളെ, അന്വേഷിപ്പിൻ കണ്ടെത്തും.
അന്വേഷിച്ചാൽ കണ്ടെത്തുക. പുരോഗതിയാണ് അന്വേഷണത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. ഇവിടെ ജവഹർലാൽ നെഹ്റു പറയാണ്, അന്വേഷണമാണ് എല്ലാ പുരോഗതിയിലേക്കും നമ്മെ നയിക്കുന്നത്. അന്വേഷണമാണ് എല്ലാ വികസനത്തിൻ്റെ വെള്ളി വെളിച്ചങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നത്. അത്തരത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ പാഠഭാഗത്തിൽ, ഈ കത്തിൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഈ കത്തിൽ പറയുന്നത് ഒറ്റ ആശയം മാത്രമാണ്: പുരോഗതി, ഭാരതത്തിൻ്റെ പുരോഗതി. പുരോഗതി കൈവരിച്ചതും ഇനി കൈവരിക്കേണ്ടതുമായ പുരോഗതിയെക്കുറിച്ച് ഈ പാഠഭാഗം പറയുന്നു. അത് ഏതിൽ നിന്നാണ് മനുഷ്യൻ പുരോഗതിയിലേക്ക് എത്തുന്നത്? അന്വേഷണം. മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സംശയങ്ങളിലൂടെയുള്ള അന്വേഷണത്തിലൂടെയാണ് മക്കളെ നമ്മൾ പുരോഗതി കൈവരിക്കുന്നതെന്ന് ഈ പാഠഭാഗം നമ്മോട് പറയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഒരു ശിശുവിനെ സൂക്ഷിച്ചു നോക്കൂ, അതങ്ങനെ തൻ്റെ ചുറ്റുപാടുമുള്ള നൂതനവും ആശ്ചര്യകരവുമായ ലോകത്തെ മിഴിച്ചു നോക്കുന്നു. അല്ലേ? ഒരു കുഞ്ഞു കുട്ടീനെ നോക്കാനാ പറയണേ. ഒരു കുഞ്ഞു കുട്ടീനെ നോക്കൂ, ഒരു ശിശുവിനെ നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ. സൂക്ഷിച്ചു നോക്കിയിട്ട് പേടിപ്പിക്കാനല്ല കേട്ടാ പറയുന്നത്. ചില കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളെ കണ്ട അപ്പം പേടിപ്പിക്കും, കണ്ണൂരിട്ടിട്ടും എന്താടാ അല്ലേ പേടിപ്പിക്കും, അപ്പം കുഞ്ഞു കരയും. അങ്ങനെ ആ കുട്ടിയെ തുറിച്ച് നോക്കിയിട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പേടിപ്പിക്കാനല്ല പറയുന്നത്. മറിച്ച് എന്താണ്? ഒരു ശിശുവിനെ സൂക്ഷിച്ചു നോക്കൂ, അതങ്ങനെ തൻ്റെ ചുറ്റുപാടുമുള്ള നൂതനം. നൂതനം എന്ന് പറഞ്ഞാൽ പുതിയത്, നൂതനവും ആശ്ചര്യകരവുമായ ലോകത്തെ മിഴിച്ചു നോക്കുന്നു. ഒരു കുട്ടി തൻ്റെ ചുറ്റുപാടുകളെ, നമുക്ക് കുഞ്ഞു കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും, അവർ ആശ്ചര്യത്തോടു കൂടിയാണ് ലോകത്തെ മുഴുവൻ നോക്കുന്നത്. ആ കുട്ടികളുടെ കണ്ണിന് എന്താണ് മക്കളെ? അത്ഭുതമാണ്. ഈ ലോകത്തിലേക്കുള്ള അത്ഭുതമാണ് ഓരോ കുട്ടികളുടെ കണ്ണിലും മിഴിച്ചു നിൽക്കുന്നത്. എങ്ങനെ ആളുകളെയും പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു, എങ്ങനെ ഓരോന്ന് മനസ്സിലാക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയെ എടുക്കൂ, ആരോഗ്യവും പ്രസരിപ്പുമുള്ള ഒരു കുട്ടിയാണ് അവളെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ അവൾ ചോദിക്കും. അല്ലേ? നെഹ്റു ഉദാഹരണത്തിലൂടെ പറയാണ്, ഒരു ചെറിയ കുട്ടിയെ ഉദാഹരണമായി എടുത്തു നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിയിൽ നിന്ന് പഠിക്കാനുണ്ട്. ലോകത്തെ മിഴിച്ചു നോക്കുന്ന ചെറിയ കുട്ടികൾ, അത്ഭുതത്തോടുകൂടി ആവേശത്തോടുകൂടി നോക്കുന്ന കുട്ടികൾ. അല്ലേ? ചെറിയൊരു പെൺകുട്ടിയെ എടുത്ത് നോക്കാനാണ് നെഹ്റു പറയുന്നത്. ആ പെൺകുട്ടിയിൽ എന്തൊക്കെ സംശയങ്ങളായിരിക്കും. അല്ലേ? ഇതെന്താ തേങ്ങയാ? ഈ തേങ്ങേൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുക? വെള്ള. ഈ വെള്ളം എങ്ങനെ ഉണ്ടാവുന്നത്? ഈ തേങ്ങ എങ്ങനെ ഉണ്ടാവുന്നത്? ഈ വെള്ളത്തിന് എങ്ങനെ മധുരം വന്നേ? ഇത്തരത്തിൽ ഒരുപാട് സംശയമില്ലേ? നമ്മൾ ചെറുപ്പത്തിൽ ചോദിക്കുന്ന സംശയടാ, കോഴിയാണോ ആദ്യം ഉണ്ടായത്, അല്ല കോഴി മുട്ടയാണോ? അല്ലേ? ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്? ഇതൊക്കെ സംശയങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇതിന് ഉത്തരം അറിയാമോ മക്കൾ? നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്, അല്ല കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായത്? പക്ഷേ മക്കളെ, ഇതേപോലെയുള്ള സംശയങ്ങളാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നിർത്തിയതെന്നാണ് നമ്മുടെ ഈ കത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അല്ലേ? ചെറിയ കുട്ടികളുടെ ചോദ്യം പോലെയാണ് നമ്മുടെ ഓരോ അന്വേഷണങ്ങളും. അതിന് സംശയങ്ങളുണ്ട്, കൗതുകങ്ങളുണ്ട്, ചെറിയ കുട്ടികളെ പോലെയെന്ന് നെഹ്റു പറയാണ്. ഇതേ വിധം തന്നെ ചുറ്റുമുള്ള ലോകം നൂതനവും ആശ്ചര്യകരവും ഒട്ടേറെ ഭയജനകവും ആയിരുന്ന ഒരു ചരിത്രാരംഭത്തിൽ ശിശുപ്രായരായ മനുഷ്യർ അത്ഭുതത്തോടെ ചുറ്റുപാടും മിഴിച്ചു നോക്കിയിട്ടുണ്ടാകും. അല്ലേ? കഴിഞ്ഞ കാലം നമ്മൾ ഹോമോസാപ്പിയൻസ് ആയിരുന്ന കാലം, അല്ലേ? നമ്മുടെ കുരങ്ങു വർഗത്തിൽപ്പെട്ട നമ്മുടെ കഴിഞ്ഞ കാലമില്ലേ? അഗ്നി കണ്ട് പേടിച്ചോടിയ, ജലം കണ്ട് പേടിച്ചോടിയ നമ്മുടെ പൂർവീകരുടെ കാലഘട്ടങ്ങൾ, ഹോമോസാപ്പിയൻസ് കേട്ടിട്ടില്ലേ? ആ കാലഘട്ടം നമ്മൾ അത്ഭുതങ്ങൾ കണ്ട് പേടിച്ച് ഭയത്തോടുകൂടി ആശ്ചര്യത്തോട് നിന്നിട്ടുണ്ട്. കാട് കത്തുന്ന കണ്ട് നമ്മൾ പേടിച്ച് നിന്നു, വെള്ളം കയറി വരുന്ന കണ്ട് പേടിച്ച് നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? തീ കത്തി അപ്പം നമ്മൾ വെള്ളം കൊണ്ട് കെടുത്തുമല്ലോ. എന്തൊക്കെ ഐറ്റംസ് നമ്മളെ കയ്യിലില്ലേ? വെള്ളം കയറിയാൽ നമ്മൾ വെള്ളത്തിന് മുകളിൽ കൂടി പറന്നു പോകും അങ്ങ് ബോട്ടിൽ. എന്തൊക്കെ ഐറ്റംസ് നമ്മളെ കയ്യിലില്ലേ? ഇത്തരത്തിൽ പണ്ട് ഇത്തരത്തിൽ അത്ഭുതങ്ങൾ കണ്ട് ഭയപ്പെട്ടു നിന്നവരാണ് നമ്മുടെ പൂർവീകർ. പക്ഷേ ഇന്നോ മക്കളെ, ഇന്ന് നമ്മൾ അതിനെയൊക്കെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പൂർവീകരെ വെച്ചാൽ കഴിഞ്ഞ കാലത്തിന് നമ്മുടെ പാരമ്പര്യത്തിൽ തലമുറയിൽപ്പെട്ട ആൾക്കാർ, അവർ പേടിച്ചു നിന്ന പല കാര്യങ്ങളും നമ്മളിന്നെന്താ നിസ്സാരമായി സിമ്പിളായി അതിനൊക്കെ തോൽപ്പിച്ച് കളഞ്ഞു. അതാണിടാ പുരോഗതി എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത്. ശാസ്ത്രം മുന്നേറിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഈ ലോകം എന്ന് പറയുന്നത്. പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെ? കഴിഞ്ഞ കാലത്ത് ജീവിച്ച നമ്മുടെ പൂർവികർ പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നവരാ. പല ചോദ്യങ്ങളും അവർ ചോദിച്ചിരുന്നവരാണ്. എന്തിനാണ് തീ വന്നത്? തീ എങ്ങനെ ഉണ്ടാവുന്നത്? ഈ വെള്ളം എങ്ങനെ ഉണ്ടാവുന്നത്? ഇത്തരത്തിലുള്ള അന്വേഷണം, ഈ ചോദ്യങ്ങൾ, ഈ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് കാണുന്ന നമ്മുടെ ലോകം എന്നാണ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? അല്ലേ? എന്താണ്? അവൻ തന്നോടല്ലാതെ മറ്റാരോടാണ് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.
എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോടാണ് മക്കളെ ഈ കാര്യം ചോദിക്കേണ്ടത്? ഒരു വ്യക്തി തൻ്റെ ഉള്ളിലേക്കല്ലാതെ മറ്റാരോടാണ് ഈ അന്വേഷണത്തിലൂടെ കടന്നു പോകേണ്ടത്? ഒരാൾ ഒരു തീ കാണുമ്പോൾ പറയാണ്, ഈ തീ എങ്ങനെ ഉണ്ടാകുന്നേ, അഥവാ ഈ തീ എങ്ങനെ കെടുത്തുക? ഈ സംശയത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തുക, ചോദ്യങ്ങളിലേക്ക് കടന്നു പോവുക. അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, ആ ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഉത്തരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുക. അതാണ് ശാസ്ത്രം കൈവരിച്ച നേട്ടങ്ങൾക്ക് പിറകിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ? എങ്കിലും അവൻ്റെ പക്കൽ വിസ്മയാവഹമായ ഒരു വസ്തു ഉണ്ടായിരുന്നു, മനസ്സ്. അല്ലേ? നെഹ്റു പറയാണ്, മനുഷ്യൻ്റെ ഉള്ളിൽ വലിയൊരു ആയുധമുണ്ട്, വസ്തു ഉണ്ട്. ഏതാ? അവൻ്റെ മനസ്സ്. മനുഷ്യ മനസ്സിൻ്റെ വലിയ താക്കോലുകൊണ്ട് തുറക്കാത്ത ഒരു രഹസ്യവും ഈ ലോകത്തില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ തൻ്റെ സംശയങ്ങളുള്ള ഉത്തരത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ഇതിൻ്റെ സഹായത്തോടുകൂടി സാവധാനത്തിലും പണിപ്പെട്ടും അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവയിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യകാലം മുതൽക്ക് ഇന്നോളം മനുഷ്യരുടെ അന്വേഷണം തുടർന്നു പോകുന്നു. പലതും അവർ ഇതിനിടയ്ക്ക് കണ്ടുപിടിച്ചു. അല്ലേ? മനുഷ്യൻ പലതും ഇന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ നമ്മുടെ പൂർവികരുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മനുഷ്യൻ ഇന്ന് തൻ്റെ ജീവിതം കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് മക്കളെ എന്നാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. അല്ലേ? 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ 19-ാം നൂറ്റാണ്ട് ഇത് എഴുതുന്ന കാലഘട്ടം 19-ാം നൂറ്റാണ്ട് കേട്ടോ. ഇന്ന് എത്ര നൂറ്റാണ്ടാ മക്കളെ? 21-ാം നൂറ്റാണ്ടായി. നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 100 വർഷം. ഇത് എഴുതിയിട്ട് ഇന്നേക്ക് 200 വർഷമായി. 200 വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ടാകും. അല്ലേ? അല്ലെങ്കിൽ 100-ലധികം വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ടാകും. ഇപ്പോൾ 100-ലധികം വർഷത്തിൻ്റെ ചരിത്രമാണ് ഏത് നമ്മുടെ ലേഖനം പറയുന്നത്. 100-ലധികം വർഷത്തിൻ്റെ ചരിത്രം 2 നൂറ്റാണ്ടാകാൻ പോകുന്നു. 19-ാം നൂറ്റാണ്ടിൽ എഴുതിയ ലേഖനമാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടുപിടുത്തത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിരവസാനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണഞ്ചിപ്പിച്ചു. അല്ലേ? ആളുകളുടെ കണ്ണഞ്ചിപ്പിച്ചു. ഏത് ഘോഷയാത്ര? നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ച. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ച എല്ലാ ആൾക്കാരും ഞെട്ടിച്ച് കടന്നു പോവുകയാണ്. എങ്ങനെയാണ് ഈ ശാസ്ത്രം മുന്നേറി പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. അല്ലേ? ജനജീവിതങ്ങളിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്താൻ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയണേ. ജനജീവിതം മാറി കണ്ടുപിടുത്തങ്ങളിലൂടെ. അല്ലേ? തോമസ് ആൽവാ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോഴും ഇരുട്ടിൽ കഴിയുമായിരുന്നു. വേറെ കണ്ടുപിടിക്കുമായിരിക്കും, പക്ഷേ ആ ബൾബിൻ്റെ പ്രകാശത്തിലുള്ള നമ്മളിപ്പോഴും ജീവിക്കുന്നത്, മുന്നോട്ട് പോകുന്നേ രാത്രി കാലങ്ങളിൽ. അല്ലടാ, ഐസക് ന്യൂട്ടൻ്റെ തിയറീസ്, അല്ലേ? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനിലടാ, അതിലൂടെയല്ലേ നമ്മൾ ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ഗ്രാവിറ്റിയുടെ ഒക്കെ കാര്യങ്ങൾ പഠിക്കുന്നേ. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് കേൾക്കുക? അല്ലേ? തിരുവനന്തപുരം ആകാശവാണി, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങുന്ന ആകാശവാണി നിന്ന് പാട്ട് എങ്ങനെയാണ് നമ്മൾ കേൾക്കുക? ഇത്തരത്തിൽ ഓരോ കണ്ടുപിടുത്തങ്ങളുമാണ് നമ്മുടെ ലോകത്തെ ഇന്ന് കാണുന്ന ലോകമായി പൂർത്തിയാക്കിയതെന്ന വലിയ വസ്തുതയാണ് ഈ കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. അല്ലേ? മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണെന്ന ഒരു എഴുത്തുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഓരോന്നാണ് മക്കളെ ജനജീവിതത്തിൽ ഈ കാണുന്ന മാറ്റങ്ങൾ വരുത്തിയത്. ഇത്തരത്തിലെ ഈ മാറ്റങ്ങളാണ് ഈ കാണുന്ന ലോകത്തെ ഇത്ര സുന്ദരമാക്കി മാറ്റുന്ന വലിയ രഹസ്യം ഈ കത്തിലൂടെ 19-ാം നൂറ്റാണ്ട് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ഇന്ത്യയുടെ മുൻകാല പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ കത്തിലൂടെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ചിരുന്നു. കമ്പി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ടെലിഗ്രാം കാണുന്ന ടെലിഗ്രാമല്ല, നമ്മുടെ ഫോണിൽ ടെലിഗ്രാം അല്ല. പണ്ട് കത്ത് സ്പീഡിലെത്താൻ വേണ്ടി കമ്പി അടിക്കും. അല്ലേ? നമ്മുടെ വാട്സപ്പിൽ പെട്ടെന്ന് മെസ്സേജ് ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് പണ്ട് കത്തിൻ്റെ രൂപത്തിൽ ഇന്ന് കത്തയച്ച് 2 ദിവസത്തിൽ അടുത്തും ആ സ്പീഡിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കമ്പി എന്ന് പറയാം. ഓക്കെ? കമ്പി, ദൂരശ്രവണ യന്ത്രം, മോട്ടോർ വാഹനം, അവസാനമായി വിമാനം എന്നിവ വഴിയെ പ്രത്യക്ഷപ്പെട്ടു. മക്കളെ 19-ാം നൂറ്റാണ്ടിൽ എഴുതിയാട്ടോ. അപ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണ്. ഇന്ന് ഈ കമ്പിയൊന്നും ഇല്ല. പിന്നെന്താണ് ഇന്ന് മറ്റേ കത്തയക്കുന്നു കുറഞ്ഞു. അല്ലെ? ദൂരശ്രവണ യന്ത്രം കുറഞ്ഞു. ഇപ്പം എല്ലാം ടപ്പാണ്. ഇപ്പം അമേരിക്കയിലെ കൊച്ചുമകളെ കാണാൻ കേരളത്തിലെ മാനന്തവാടി, വയനാട്ടിലെ മാനന്തവാടി ഇരുന്ന് വാട്സപ്പിൽ വീഡിയോ കോൾ ഓണാക്കിയാൽ അമ്മാമ്മക്കും മുത്തശ്ശിക്കും തൻ്റെ പേരക്കുട്ടി അമേരിക്കയിൽ വെച്ച് കാണാം വീഡിയോ കോൾ വഴി. അല്ലേ? ഞൊടി നേരാണ് എല്ലാ സംഭവങ്ങളും. പക്ഷെ അന്നങ്ങനല്ല. അന്ന് പോസ്റ്റ് ഓഫീസ്, അല്ലേ? കമ്പി, ദൂരശ്രവണ യന്ത്രം, മോട്ടോർ വാഹന വണ്ടികൾ ഇതൊക്കെ കൂടി വരുന്ന കാലമാണ്. വിമാനങ്ങൾ കണ്ടുപിടിച്ച കാലമാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് അക്കാലത്ത്. പക്ഷെ ഇന്നും ശാസ്ത്രം ഒരുപാട് മാറിയില്ലേ?
അല്ലേ? ജെറ്റ് വിമാനങ്ങളൊക്കെ വന്നു, പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. മെട്രോ വന്നു. ഒരുപാട് മാറ്റങ്ങളാണ് ഇന്നത്തെ കാലത്ത്. ChatGPT, AI, ജെമിനി, അല്ലേ? ഏതൊക്കെ മാറ്റങ്ങളാണ് ശാസ്ത്രത്തിൽ. ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ലോകത്തെ ഇന്ന് കാണുന്ന ലോകമാക്കി മാറ്റുന്ന വലിയ ആശയം ഈ ഒരു പാഠഭാഗത്ത് കാണാൻ സാധിക്കും. അങ്ങേയറ്റത്ത് ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളങ്ങളെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിൻ്റെ അവാന്തര ഘടകങ്ങളെപ്പോലും അളന്ന് തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹസപ്പെട്ടു, അല്ലേ? നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഭ്രമണത്തെക്കുറിച്ച് പഠിക്കാൻ, ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ, സൂര്യനെക്കുറിച്ച് പഠിക്കാൻ പോലും ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. അമേരിക്കയിൽ ഇപ്പോൾ ഒരു സാധനം നടക്കാൻ ഒരു പെൺകുട്ടി ചൊവ്വയിലേക്ക് പോവുകയാണ്. അവൾ ഭൂമിയിലേക്ക് തിരികെ വരില്ല. അവൾ അവിടെയായിരിക്കും ജീവിക്കുക. അത്തരത്തിലുള്ള ഭൂമി വിട്ട് ചൊവ്വയിൽ പോയി ജീവിക്കാൻ പോവുക മനുഷ്യൻ. അത്തരത്തിലൊരു മാറ്റം, പുരോഗതിയിലേക്ക് മനുഷ്യൻ ശാസ്ത്രത്തെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണെന്ന വലിയ രഹസ്യത്തെ പരസ്യമായി കത്തിലൂടെ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയോട് പറയുകയാണ്. മക്കളെ, അത് മനുഷ്യരുടെ ക്ലേശങ്ങൾ ലഘൂകരിച്ചു, അല്ലേ? കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരുടെ ക്ലേശങ്ങളെ, ദുഃഖങ്ങൾ ലഘൂകരിച്ചു. അമ്മച്ചിമാർ പാറക്കല്ലിൽ 20 പ്രാവശ്യം അടിച്ചാൽ നിങ്ങളുടെ ജീൻസിലെ ചെളിയൊന്ന് പോവുക. വാഷിംഗ് മെഷീനിൽ 2 കറങ്ങിയാൽ ആ ചെളി അങ്ങ് പോയി. ഷർട്ട് ഇളക്കാൻ, അല്ലേ? വാഷിംഗ് മെഷീൻ മതി, അതിലിട്ടാൽ മതി, ഓണാക്കിയാൽ മതി, അത് കറങ്ങിക്കോളും. തണുത്ത വെള്ളം പണ്ട് കൂജ മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ചു, ഇന്ന് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാൽ തണുത്ത് വന്ന്. എന്തൊക്കെ മാറ്റങ്ങളാ! പണ്ട് ചൂട് കൊണ്ട് നമ്മൾ വേർത്തുരുകുമ്പോൾ ഫാൻ ഇട്ടാലും ശരിയാവൂല, ഇന്ന് AC ആണ്. ഇത് സുഖ 16-ലിട്ട AC തണുത്ത് വറക്കും. ഒരുപാട് മാറ്റങ്ങളാണ്. നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ പരിഹരിക്കാൻ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ക്രമരഹിതവും സുഖകരവുമായി തീർന്നു, അല്ലേ? ഒരുപാട് ആളുകൾക്ക് ജീവിതം ക്രമരഹിതമായി, സുഖകരമായി, ആളുകൾക്ക് സുഖകരമായ ജീവിതം ആസ്വദിക്കാൻ ഏതിന് സാധിച്ചു മക്കളെ? ഈ കണ്ടുപിടുത്തങ്ങളിലൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. സുഖകരമായി ജീവിക്കാൻ സാധിക്കുന്നു മനുഷ്യർക്ക്. ലോകത്തിൻ്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ലോകത്തിൻ്റെ ജനസംഖ്യ, ആൾക്കാരിങ്ങനെ പെറ്റുവരികയാണ്. ലോകത്തെ മനുഷ്യരുടെ ജീവൻ കൂടിക്കൂടി വരികയാണ്, ജനസംഖ്യ വർദ്ധിക്കുകയാണെന്ന് പറയുന്നു. വ്യവസായ പ്രധാനമായ രാജ്യങ്ങളിൽ വിശേഷിച്ചും, അതായത് വലിയ വലിയ രാജ്യങ്ങളിൽ, ചൈന, ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ജനജീവിതം, ജനങ്ങളുടെ ആ ഒരു ജനനം കൂടി വരികയാണ്, ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രം നശീകരണത്തിലുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. ഈ ശാസ്ത്രം വരുമ്പോൾ തന്നെ ഒരു സൈഡിൽ ശാസ്ത്രം എന്തായ മക്കളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുമുണ്ടെന്നാണ് പറയുന്നത്. ശാസ്ത്രം വളരുമ്പോൾ തന്നെ ശാസ്ത്രം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മംഗൾയാനിലേക്കും ചന്ദ്രനിലേക്കും റോക്കറ്റിലും വിമാനത്തിലും പോകുമ്പോഴേ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ലോകത്തിൽ അന്ധവിശ്വാസം, അനാചാരം, ദുർമന്ത്രവാദത്തിൻ്റെ പേരിലും കൊലപാതകങ്ങൾ, കളവുകൾ, വഞ്ചനകൾ, ചതിവ് നടക്കുകയാണ്. ഇത് ശാസ്ത്രത്തിൻ്റെ മറ്റൊരു ന്യൂനതയാണെന്ന് കൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞാശക്തിയെ വർദ്ധിപ്പിക്കുകയായിരുന്നു ശാസ്ത്രത്തിൻ്റെ ജോലി. പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നു ശാസ്ത്രം. അതുകൊണ്ടാണ് പ്രകൃതി തിരിച്ചടിക്കുന്നത്. ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടൽ, മഴ വന്നാൽ പ്രളയം അങ്ങ് തുടിച്ചു വരികയാണ്. ഇത്തരത്തിൽ പ്രകൃതിയെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ തെറ്റായ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചും നെഹ്റു ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ജോലി അത് മുറയ്ക്ക് നിർവഹിച്ചു. എന്നാൽ പ്രകൃതിയുടെ മേൽ ഇത്രയും ആജ്ഞാശക്തി നേടിയ മനുഷ്യനാകട്ടെ തന്നെത്താൻ ആജ്ഞാപിക്കേണ്ടതായ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു താനും. അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ശാസ്ത്രം അതിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്ര മുറയ്ക്ക് തുടർന്നു. ശാസ്ത്രത്തെ നമ്മൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി. എന്നാലും ശാസ്ത്രം ഇങ്ങനെ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തെറ്റ് സംഭവിച്ചാലും ശാസ്ത്രം ഇങ്ങനെ മുറയ്ക്ക് മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ശാസ്ത്രത്തെ നമ്മൾ എത്ര വളച്ചൊടിച്ചാലും ശാസ്ത്രം അതിൻ്റെ എല്ലാ ശക്തികളും വെതിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. കണ്ടുപിടുത്തങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. വെറും ഒരു 150 വർഷത്തിനിടയ്ക്ക് അത് അതിനു മുമ്പുണ്ടായ എല്ലാ സഹസ്രാബ്ദങ്ങൾക്കും കൂടി ഒട്ടാകെ സാധിച്ചതിലേറെ ലോകത്തെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തു, അല്ലേ? ലോകത്തെ ആകെ മാറ്റിമറിച്ചു. കഴിഞ്ഞ കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രം ഒരുപാട് മാറ്റങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. പണ്ട് കണ്ട 2 മുറി പീടികയാണെന്ന് ഇന്ന് ബുർജ് ഖലീഫ ആകാശം മുട്ടി എത്തി നിൽക്കുകയാണ്. പണ്ട് കണ്ട ചെറിയ ബസ്സാണ് ഇന്ന് മെട്രോ പറക്കേനെ. പണ്ട് കണ്ട ചെറിയ വിമാനങ്ങളാണ് അല്ല, ഇന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യപ്പെടുകയാണ്. പണ്ട് പോസ്റ്റ്മാൻ കത്തും കൊണ്ട് 2 ദിവസം, ഒരാഴ്ച, 3 ആഴ്ചയും കൊണ്ട് കത്ത് എടുത്തിട്ട് വേണം അപ്പുറത്ത് കൊടുക്കാൻ. ഇന്ന് അങ്ങനെയാണോ? ഇന്നൊരു മെസ്സേജ് അയച്ചാൽ 4G ആണ്, 5G ആണ്, ടപ്പ് ടപ്പ് നാടെത്തി. ആ മാറ്റങ്ങളാണ് മക്കളെ, ശാസ്ത്രത്തിൻ്റെ മാറ്റങ്ങളെയാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് കാണാൻ സാധിക്കുക.
വെറും 150 വർഷത്തിനിടയ്ക്ക് അത് അതിനു മുമ്പുണ്ടായ എല്ലാ സഹസ്രാബ്ദങ്ങൾക്കും കൂടി ഒട്ടാകെ സാധിച്ചതിലേറെ ലോകത്തെയാകെ മാറ്റിമറിക്കുകയും ചെയ്തു. ഏതു വഴിക്ക് നോക്കിയാലും ജീവിതത്തിൻ്റെ ഏത് തുറയെടുത്താലും ശാസ്ത്രം ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണാം അല്ലേ? ശാസ്ത്രം ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശാസ്ത്രം ഒരുപാട് മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിപ്ലവകരമായ മാറ്റങ്ങൾ ശാസ്ത്രം ഇന്ന് നമുക്ക് സംഭാവന ചെയ്തിരിക്കുകയാണെന്ന് പറയും. നോക്കാം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാ. വിദ്യാഭ്യാസത്തിന് മാറ്റൂലേ, ആരോഗ്യം ഹോസ്പിറ്റാലിറ്റിയിൽ മാറ്റൂലേ, ശാസ്ത്രം അല്ലേ സയൻറ്റിഫിക്കായിട്ട് മാറ്റൂലേ, പിന്നെ സാഹിത്യ പുസ്തകങ്ങളിൽ മാറ്റൂലേ. ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിലാണ് മാറ്റം. പക്ഷേ ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും പ്രകൃതി ചൂഷണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മൾ മലിനമാക്കുകയാണ്. എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ പഠിച്ചിട്ടില്ല? അതേപോലെ മണ്ണ് മലിനമാകുന്നു, വായു മലിനമാകുന്നു, പ്രകൃതി മലിനമാകുന്നു, വെള്ളം മലിനമാകുന്നു, ഇത്തരത്തിൽ ഓക്സിജൻ മലിനമാകുന്നു. മലിനമാക്കപ്പെടുന്ന ഒരു ഭാഗം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ശാസ്ത്രത്തിന്. അതും കൂടി എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. മനുഷ്യർ വികസനത്തിൻ്റെ പിറകെ പോകുമ്പം, പുരോഗതിയുടെ പിറകെ പോകുമ്പം പ്രകൃതി നശിപ്പിക്കുന്ന ഇത്തരം സമീപനങ്ങൾ ഇല്ലാതാക്കണമെന്നുകൂടി എഴുത്തുകാർ നമ്മോട് പറയുകയാണ്. അടുത്ത് നോക്കാം. ശാസ്ത്രത്തിൻ്റെ ഈ മുന്നേറ്റം ഇന്നും തുടർന്നു വരികയാണ്. ഇത്തരത്തിൽ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചു വരികയാണ്. ഒരുപാട് നിലയിൽ ശാസ്ത്രം ഇങ്ങനെ മാറ്റത്തിലേക്ക് എത്തി നിൽക്കുമെന്ന് പറയുന്നു. അത് അധികം വേഗത്തിന് മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം ഇങ്ങനെ വേഗം മുന്നോട്ട് കുതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ ലോകത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അതിന് വിശ്രമമില്ല അല്ലേ? ഈ വികസനത്തിന് വിശ്രമമില്ല. ഒരു തീവണ്ടിപ്പാ നിർമ്മിക്കുന്നു. മുഴുമിച്ച് പ്രവർത്തിക്കാറാകുമ്പോഴും തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു. നാം ഒരു യന്ത്രം വാങ്ങി സ്ഥാപിക്കുന്നു. 1-2 കൊല്ലം കഴിയുമ്പോഴേക്ക് അതേ തരത്തിലുള്ള കൂടുതൽ നൂതനവും പ്രവർത്തനക്ഷമവുമായ യന്ത്രങ്ങൾ വരികയായി. അങ്ങനെ പോകുന്നു പുരോഗതിയുടെ തുടർച്ച അല്ലേ? നമ്മൾ ഇന്നൊരു ഫോൺ വാങ്ങിയാൽ 2 മാസം കഴിയുമ്പോൾ അടുത്ത പുതിയ ഫോൺ വരും. ഐഫോണിൻ്റെ 70 പ്രോയിലെത്തി. എവിടെ എത്തി? ആൻഡ്രോയിഡ് അല്ലേ? നമ്മുടെ സ്നാപ്ഡ്രാഗൺ എത്തി. നമ്മുടെ റോമും റാമും എല്ലാം മാറിയിക്കാണ്. കമ്പ്യൂട്ടറിന് മാറ്റം വന്നു, പ്രോഗ്രാമിന് മാറ്റം വന്നു. ഇപ്പം എന്തെടുത്താലും 1 മാസത്തിനുള്ളിൽ അത് പഴയതായി മാറും. കാരണം ശാസ്ത്രം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ശാസ്ത്രം കൈവരിക്കുന്ന നേട്ടങ്ങളെയും ഈ നേട്ടങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന കോട്ടങ്ങളെയും നെഗറ്റീവായ കാര്യങ്ങളെയും തൻ്റെ മകൾക്ക് കത്തിലൂടെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്താണ്. ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് എഴുതിയ കത്താണ് നമുക്ക് പഠിക്കാനുള്ള ശാസ്ത്രം മുന്നേറുന്നു എന്ന് പറയുന്ന ഈ പാഠഭാഗം. സെറ്റല്ല മക്കളെ ക്ലാസ് അല്ലേ? വിശ്വചരിത്രാവലോകം എന്ന് പറയുന്ന ഭാഗം 2 എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്തിലൊരു ഭാഗമാണ്. വി രാമനുണ്ണി മേനോൻ വിവർത്തനം ചെയ്ത, ട്രാൻസ്ലേറ്റ് ചെയ്ത ശാസ്ത്രം മുന്നേറുന്നു പറയുന്ന ഈ കത്ത്, ഈ പാഠഭാഗം സെറ്റായി. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. എക്സാം വന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പെട്ടെന്ന് പഠിക്കാം. ഇതാണ്: മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം തിരക്കുകളേക്കാൾ കൗതുകകരമായിരുന്നു ജീവിയായിരുന്നു. മനുഷ്യന് മറ്റു ജീവികളെക്കാൾ എന്ത് വ്യത്യസ്തയുണ്ടെന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത്. അപ്പം മനുഷ്യന് മറ്റു ജീവികളിൽ നിന്നും എന്ത് വ്യത്യാസമാണുള്ളതെന്നാണ് നെഹ്റു പറയുന്നത്. മനുഷ്യന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സുണ്ട്. അത് ജിജ്ഞാസ സൃഷ്ടിക്കുന്നു അല്ലേ? മനസ്സ്, ജിജ്ഞാസ, അതായത് കാര്യങ്ങൾ അറിയുവാനുള്ള, മനുഷ്യൻ്റെ അന്വേഷിക്കുവാനുള്ള കഴിവാണ്. അവൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള, സംശയം രൂപപ്പെടുന്ന മനസ്സാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കി മാറ്റുന്നതെന്നാണ് നെഹ്റു പറയുന്നത്. അടുത്തൊരു ചോദ്യം: എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് അല്ലേ? എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ? അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞതെങ്ങനെ? എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് മനുഷ്യൻ ഉത്തരം കണ്ടെത്തിയതെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞത് അവൻ്റെ പക്കൽ വിസ്മയാവഹമായ മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ്. മനുഷ്യൻ്റെ കയ്യിൽ വിസ്മയാവഹമായ മനസ്സുണ്ട് എന്നാണ് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള മനസ്സ് മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നുപോയി ഉത്തരം കണ്ടെത്തുന്നത്. മനസ്സിൻ്റെ സഹായത്തോടെ സാവധാനത്തിൽ പല അനുഭവങ്ങളും ശേഖരിച്ചു പഠിച്ചു. പക്ഷേ മനുഷ്യൻ എന്താണ്? മനസ്സിൻ്റെ സഹായത്തോടെ സാവധാനത്തിൽ പല അനുഭവങ്ങളും ശേഖരിച്ചു പഠിച്ചു. ഒരുപാട് അനുഭവങ്ങൾ പഠിച്ചെടുക്കാൻ ആർക്ക് സാധിച്ചു? മനുഷ്യന് സാധിച്ചു. അങ്ങനെ മനസ്സിൻ്റെ അവൻ്റെ ഇടപെടലുന്ന അനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ആ യാത്രയാണ് മനുഷ്യജീവിതം എന്നാണ് ഈ ചോദ്യം പറയുന്നത്. അടുത്തൊരു ചോദ്യം: എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. എന്തിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്? എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. എന്തിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് നോക്കാം നമുക്ക്. ശാസ്ത്രം ജീവിതം സുഗമമാക്കാനുള്ള വഴികൾ മാത്രമല്ല കണ്ടെത്തിയത്,
നശീകരണത്തിനുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഏറ്റവും ഉദാഹരണമാണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം. നമ്മൾ അണുബോംബ് കണ്ടുപിടിച്ചു. ആ ചെറിയൊരു അണുബോംബിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വെന്തുരുകി മരിക്കുകയാണ്. അതൊരു വലിയ കണ്ടുപിടുത്താണ് അണുബോംബ് അല്ലേ. ബോംബ് കണ്ടുപിടുത്താണ്, പക്ഷേ അത് തെറ്റായി ഉപയോഗിച്ചു. ഒരുപാട് ആൾക്കാർ മരിച്ചു വീണു. ഒരു രാജ്യം തന്നെ വിറങ്ങലിച്ചു. ഹിരോഷിമ നാഗസാക്കി ദുരന്തമല്ലേ. ഈ കണ്ടുപിടുത്തങ്ങൾ നെഗറ്റീവായി ന്യൂനതകളായി മാറുന്നു. എല്ലാ കണ്ടുപിടുത്തങ്ങളും നല്ലതിലേക്ക് പോകണമെന്നാണ് ഈ പാഠഭാഗത്തിലൂടെ ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മക്കളെ. ഇപ്പം നമ്മൾ ഈ പഠിച്ച ഈ പാഠഭാഗം ഉണ്ടല്ലോ, ഏത് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്ത് ശാസ്ത്രം മുന്നേറുന്നു. ഇവിടെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ശാസ്ത്രപരമായ പുരോഗതിയെക്കുറിച്ച് നമ്മുടെ മുൻകാല പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കണ്ടെത്തിയ ആ കാര്യങ്ങളാണ് എൻ്റെ മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കൃത്യമായി പഠിക്കുക. ഈ പാഠഭാഗം സെറ്റാക്കി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.